നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആലപ്പുഴ അരൂരിൽ വളരെ ഹൃദയഭേദകമായ ഒരു വാർത്തയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. മേൽപ്പാലത്തിന്റെ ഗർഡറുകൾ തകർന്നു വീണ് അപകടമുണ്ടായി. ഒരാൾക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുകയാണ്. ഗർഡറിനടിയിൽ കുടുങ്ങിയ പിക്കപ്പ് വാൻ ഡ്രൈവർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഡ്രൈവർ ഭാഗത്തിന് മുകളിലേക്ക് തകർന്നു വീണതാണ് അപകടത്തിന്റെ തീവ്രത വളരെയധികം വർദ്ധിപ്പിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണം നടക്കുകയായിരുന്നു. ഇവിടെ എരമല്ലൂർ തെക്ക് ഭാഗത്താണ് ഗർഡറുകൾ സ്ഥാപിക്കുമ്പോൾ ജാക്കിയിൽ നിന്ന് തെന്നിമാറി കോൺക്രീറ്റ് ഗർഡറുകൾ നിലം പതിച്ചത്. ഈ സമയത്ത് വാഹനം പോവുകയായിരുന്നു താഴത്തെ റോഡിൽ കൂടി. ആ റോഡിന് മുകളിലേക്കാണ് ഇത് പതിച്ചത്. പള്ളിപ്പാട് സ്വദേശി രാജേഷാണ് അപകടത്തിൽ മരിച്ചത്. പുലർച്ചെ 3 മണിയോടെയാണ് അപകടമുണ്ടായത്. 3 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡ്രൈവറുടെ മൃതദേഹം പുറത്തെടുക്കാൻ സാധിച്ചത്. ഗർഡറിന്റെ ഒരു ഭാഗം ക്രെയിനുകൾ ഉപയോഗിച്ച് ഉയർത്തിയായിരുന്നു വാഹനം പുറത്തേക്കെടുക്കാൻ സാധിച്ചത്. സംഭവത്തിന് പിന്നാലെ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഗർഡർ ഉയർത്തിയാൽ മാത്രമേ മറ്റു വാഹനമോ ആളുകളോ ഉണ്ടോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്നും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരിക്കുകയാണ്. 2 ക്രെയിനുകൾ എത്തിയായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്. നേരത്തെയും ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ തകർന്നിരുന്നു. ഓഗസ്റ്റിലും മാർച്ചിലുമായിരുന്നു ഗർഡർ ഇത്തരത്തിൽ തകർന്നത്. ഗർഡർ തെന്നി മാറിയതാണ് അപകട കാരണമെന്ന് തൊഴിലാളികൾ അറിയിച്ചതായി MLA അടക്കമുള്ളവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. നിലവിൽ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്ത് വാഹനങ്ങൾ വിടുന്നില്ല. ഗതാഗത നിയന്ത്രണം അടക്കം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ നിന്ന് വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നുണ്ട്. ആലപ്പുഴ ഭാഗത്തേക്ക് അരക്കുറ്റി വഴി തിരിഞ്ഞു പോകാനാണ് വാഹനങ്ങൾക്ക് നിർദ്ദേശം നൽകുന്നത്. ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ നിന്ന് പൂച്ചാക്കൽ വഴിയാണ് വാഹനങ്ങൾ വിടുന്നത്. ആലപ്പുഴ ഭാഗത്തേക്ക് അരക്കുറ്റി വഴി തിരിഞ്ഞു പോകണം. മുട്ട കൊണ്ടുപോകുന്ന പിക്കപ്പ് വാൻ ആയിരുന്നു അപകടത്തിൽപ്പെട്ടത്. 2 ഗർഡറുകളാണ് വീണത്. ഒന്ന് പൂർണ്ണമായും മറ്റൊന്ന് ഭാഗികമായുമാണ് പതിച്ചത്. ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനിടെയുണ്ടായ അപകടം ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നതടക്കമുള്ള വിമർശനം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു ജീവൻ നഷ്ടമാകുന്ന തരത്തിലുള്ള സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത്. 3 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിൽ ഡ്രൈവറുടെ മൃതദേഹം പുറത്തെടുത്തു. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. മാത്രമല്ല ഈ ഗർഡർ മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എറണാകുളത്ത് നിന്ന് വാഹനങ്ങൾ അരൂരിൽ നിന്നും ചേർത്തല എക്സ്റേ ജംഗ്ഷനിൽ നിന്നും വഴിതിരിച്ചു വിടുന്നുണ്ട്. ദേശീയപാതയുടെ വീതി കൂട്ടി നിർമ്മാണ പ്രവൃത്തി രാത്രി കാലങ്ങളാണ് കൂടുതൽ നടക്കുന്നത്. ഈ സമയത്ത് തൊഴിലാളികളാണ് വാഹനങ്ങൾ നിയന്ത്രിക്കുന്നത്. എങ്ങനെയാണ് പിക്കപ്പ് വാൻ ഇതിലൂടെ കടന്നു പോയതെന്ന സംശയം ശക്തമാണ്. കൃത്യം പിക്കപ്പ് വാനിന് മുകളിലേക്കാണ് ഗർഡർ വീണത്. മുട്ടയുമായി എറണാകുളം ഭാഗത്തു നിന്ന് ആലപ്പുഴയിലേക്ക് വരുമ്പോഴായിരുന്നു ഈ രാജേഷ് അപകടത്തിൽപ്പെട്ടത്. 3 ഗർഡറുകൾ ഈ ഭാഗത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. ഒരു ഗർഡർ പൂർണ്ണമായി നിലം പതിച്ചു. ഒരെണ്ണം ചെരിഞ്ഞ നിലയിലാണ്. 3.5 മണിക്കൂറിന് ശേഷമാണ് ഗർഡർ ഉയർത്തി വാഹനം പൊളിച്ച് രാജേഷിന്റെ മൃതദേഹം പുറത്തെടുത്തത്. 8000 കിലോയാണ് ഒരു ഗർഡറിന്റെ ഭാരം. 32 മീറ്റർ നീളമുണ്ട്. ഗർഡറുകൾ സ്ഥാപിക്കുന്ന പണിക്കാരുടെ അനാസ്ഥ കൊണ്ട് മാത്രമാണ് ഒരു ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് അപകടമുണ്ടായത്. സ്ഥിരം ഡ്രൈവർ വരാത്തതിനാലാണ് രാജേഷ് വാഹനം ഓടിക്കാൻ എത്തിയതെന്നും ഉടമ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.